നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ പല സമയത്ത് പല യോഗങ്ങൾ, പല ഗ്രഹങ്ങൾ കൂടിച്ചേരുമ്പോൾ പല വിധത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് പല രാശിക്കാർക്ക് പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും സംഭവിക്കുന്നത്. ഇടിത്തി വീഴുന്നത് പോലെ പരാജയവും ജീവിതത്തിൽ വന്നേക്കാം. അതുപോലെ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് സമ്പന്നനാകുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് ചില യോഗങ്ങളുടെ ഫലമായിട്ടാണ്. അങ്ങനെയുള്ള യോഗം മെയ് മാസത്തിൽ 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. ലക്ഷ്മി നാരായണ യോഗം എന്നാണ് ഈ യോഗത്തെ ജ്യോതിഷം വിശേഷിപ്പിക്കുന്നത്. അതായത് മെയ് 14-ാം തീയതി മിഥുനൻ രാശിയിൽ ശുക്രൻ പ്രവേശിക്കുമ്പോൾ മെയ് 29-ന് ഈ ശുക്രൻ ബുധന്റെ രാശിയിൽ നിൽക്കുമ്പോൾ ബുധൻ 29-ാം തീയതി സ്വന്തം രാശിയിൽ ശുക്രനോടൊപ്പം യോഗം ചെയ്തിട്ട് മിഥുന രാശിയിൽ നിൽക്കുന്നതായിരിക്കും. ഇത് ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാക്കുന്നു. ഈ യോഗം കൊണ്ട് ആർക്കൊക്കെ ഗുണം ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം പറയുന്നത് 1-ാമത്തെ രാശിയായ മിഥുനൻ രാശിക്കാർക്കാണ് ഈ ഗുണങ്ങളുടെ ഫലം ലഭിക്കുക. രണ്ടാമതായിട്ട് ലഭിക്കുന്ന ഗുണം 7-ാം രാശിയിൽ വരുന്ന ധനുരാശിക്കാർക്കാണ് ലഭിക്കുന്നത്. മൂന്നാമത് ലഭിക്കുന്നത് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ്. 4-മതായിട്ട് ലഭിക്കുന്നത് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ്. ഈ ലക്ഷ്മി നാരായണ യോഗം ഈ 4 രാശിക്കാർക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ പല തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരും. അത് വലിയ തോതിൽ ലഭിക്കുന്നതായിരിക്കും. ചിലർക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടാകാം, ചിലർക്ക് വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും വരാതെയും വരാം. അങ്ങനെ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വരാത്തവർ നിങ്ങൾ വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ സമീപിക്കുക. നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിന്റെ കോപ്പി സെൻഡ് ചെയ്ത് തരിക. ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അയച്ചു തരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ യോഗങ്ങളെക്കുറിച്ച് നോക്കി നിങ്ങളെ തിരിച്ച് അറിയിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.